രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംബന്ധിച്ചുകൊണ്ട് ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു ദിനമാണ്. കാരണം SIT 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചപ്പോൾ മജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറണ്ടാണ് പുറപ്പെടുവിച്ചത്. പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചതിന് പിന്നാലെ ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ നേരിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടുമായിട്ട് പോലീസ് സംഘം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും SIT ആവശ്യപ്പെട്ടതുപോലെയുള്ള കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് SITയുടെ ആവശ്യം. ഈ 7 ദിവസം കൊണ്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് SITക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് ഈ കൃത്യം നടന്നത് 2024 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ്. അപ്പോൾ അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഈ 3ാമത്തെ ബലാത്സംഗ പരാതിയിലാണ് ഇപ്പോൾ രാഹുൽ അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പരിശോധിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സാഹചര്യ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ആ പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും SIT ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ സാഹചര്യ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനായിട്ട് രാഹുലിനെ കുറെ സമയം കസ്റ്റഡിയിൽ വേണമെന്നുള്ളത് തന്നെയാണ് SIT ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം IG ജി പൂങ്കഴിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 6 മണിക്കൂറോളം ചോദ്യം ചെയ്തെങ്കിലും ആ ചോദ്യം ചെയ്യലിനോട് പൂർണ്ണമായി സഹകരിക്കാത്ത ഒരു സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിച്ചത്. എല്ലാം തന്റെ അഭിഭാഷകൻ പറയുമെന്നുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു നിസ്സഹകരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. അതിനും അപ്പുറത്തേക്ക് രാഹുലിന്റെ ഫോണിന്റെ വിവരങ്ങളടക്കം നൽകാൻ രാഹുൽ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ലോക്കടക്കം പറഞ്ഞു കൊടുക്കുന്നതിനകത്ത് ഒരു തീരുമാനമെടുത്തിരുന്നില്ല. എന്തായാലും ഇനിയിപ്പോൾ 2024 ഏപ്രിൽ മാസം 8-ാം തീയതി ഈ കൃത്യം നടന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഫോണടക്കം കണ്ടെത്തി അതിലെ വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ശാസ്ത്രീയ സാഹചര്യ തെളിവുകൾ ശേഖരിക്കണം. അതിന് രാഹുലിനെ 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് SIT മജിസ്ട്രേറ്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്.